ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടേംസ് സിംബൽസും വാട്ട് ആർ ദ സെലക്ഷൻ റൂൾസ് ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാട്ട്സ് ദ റീസൺ ഫോർ ദ വിഡ്ത്ത് ഓഫ് അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞു. ഈ ട്രാൻസിഷൻസ് കാരണം സ്പെക്ട്ര നമുക്ക് ഫോം ചെയ്യാൻ കഴിയും. ഒരു സ്പെക്ട്ര ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബിഗ് ബാൻഡ് ആയിട്ടായിരിക്കും കിട്ടുക. ഇത് എന്തുകൊണ്ടാണ് റീസൺ ഫോർ ദ വിഡ്ത്ത് ഓഫ് absorption spectra? സാധാരണ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എക്സൈറ്റേഷൻ പറയുകയാണെങ്കിൽ വി എക്സ്പെക്ട് എ സിംഗിൾ ലൈൻ. വൈ ദിസ് സ്പെക്ട്ര അപ്പിയേഴ്സ് ടു ബി എ ബ്രോഡ് ബാൻഡ്. വിഡ്ത്ത് ഓഫ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത് ഓരോ കോംപ്ലക്സിന്റെയും ഓരോ തരത്തിലായിരിക്കും. ചിലത് ഷാർപ്പായിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടൈറ്റാനിയം എക്സ് ആക്വ കോംപ്ലക്സ് EiH2O 6 times the whole 3+. ബ്രോഡ് ബാൻഡ് ആയിരിക്കും തരുന്നത്. സിംഗിൾ അബ്സോർപ്ഷൻ സ്പെക്ട്ര ആണ് തരുന്നത്, അല്ലാതെ മൾട്ടിപ്ലക്സും ട്രിപ്ലക്സും ഒന്നുമില്ല. ഒരൊറ്റ ബാൻഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ബാൻഡ് എന്ന് പറയുന്നത് ബ്രോഡ്നെസ് കാരണം നോൺ റിജിഡ് നോൺ സ്റ്റാറ്റിക് സ്ട്രക്ചർ ഓഫ് ദ കോംപ്ലക്സ്. നമ്മൾ നേരത്തെ കോംപ്ലക്സിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റാറ്റിക് ആയിരിക്കില്ല. എന്തായാലും മെറ്റൽ ബോണ്ട് വൈബ്രേഷൻസ് വരാം. അപ്പം ഒരു നോൺ റിജിഡ് നോൺ സ്റ്റാറ്റിക് സ്ട്രക്ചർ ആണ് ഇതിന്റെ റീസൺ. നോൺ സ്റ്റാറ്റിക് നോൺ റിജിഡ് നോൺ സ്റ്റാറ്റിക് സ്ട്രക്ചർ ഓഫ് ദ കോംപ്ലക്സ്. സോ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ എ വൈബ്രേറ്റിംഗ് നേച്ചർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ഒരു സിംഗിൾ സ്ട്രക്ചറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും ഡ്യൂ ടു ദിസ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ക്യാൻ ഒക്കർ. അതിന് സ്ട്രക്ചറും ഒരുപാട് വേരിയേഷൻ വരുമെന്നല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ സിംഗിൾ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻസ് വരാം. അപ്പോൾ പല പല സ്ട്രക്ചറിൽ കൂടെ ആയിരിക്കും നമ്മൾ മോളിക്യൂൾസ് കടന്നു പോകുന്നത്. The ground state d electron energies in one structure is slightly different from other of same complex. ഒരേ കോംപ്ലക്സിന്റെ തന്നെ നമ്മൾ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് പല സ്ട്രക്ചേഴ്സിന്റെ വേരി ആയിരിക്കും. അപ്പൊ ഈ ബ്രോഡനിങ് എറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ, മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ, പിന്നെ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്, പിന്നെ ജോൺ ടെല്ലർ എഫക്റ്റ്. ഇത്രയും റീസൺസ് ആണ് ബ്രോഡനിങ് ഓഫ് ദ സ്പെക്ട്രം വരാനുള്ള കാരണം. അപ്പൊ അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വൈബ്രേഷണൽ ബാൻഡ് അല്ലെങ്കിൽ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷൻ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? So each electronic energy level is associated with number of vibrational levels. അപ്പം നമുക്കറിയാം ഇലക്ട്രോണിക് ലെവൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോണിക് സ്റ്റേറ്റിലേക്ക് ഒരു മോളിക്യൂൾ ഒരു ആറ്റം എക്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഡിഫറെന്റ് റൊട്ടേഷണൽ എനർജി ലെവൽസും വൈബ്രേഷണൽ എനർജി ലെവൽസും ഉണ്ടെന്ന് നമുക്കറിയാം. ചേർന്നുള്ള ഇത് E0 E1 ആണെങ്കിൽ ഈ ചെറിയ ചെറിയ ബാൻഡ്സ് എന്ന് പറയുന്നത് വൈബ്രേഷണൽ എനർജി ലെവൽസ് ആയിരിക്കും. E0 E1
അതിന്റെ കറസ്പോണ്ടിങ് ഇതിനകത്തുള്ള ചെറിയ ചെറിയ ലെവൽസ് എന്ന് പറയുന്നത് റൊട്ടേഷൻ, വൈബ്രേഷൻ, എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിഷൻ ഇ ടു ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ അക്കമ്പനി ചെയ്ത് നമുക്ക് റൊട്ടേഷൻ ട്രാൻസിഷനും വരും, വൈബ്രേഷൻ ട്രാൻസിഷൻസും വരും. അപ്പൊ ഈ ചെറിയ ചെറിയ ട്രാൻസിഷൻസ് ഈ ഇലക്ട്രോണിക് ട്രാൻസിഷന്റെ കൂടെ അക്കമ്പനി ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഒരു റീസൺ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്പെക്ട്രം ബ്രോഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ അക്കമ്പനി ചെയ്തു വരുന്ന സ്മോൾ എനർജി ട്രാൻസിഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഒരു സ്പെക്ട്രം നമ്മൾ ഹൈ റെസൊല്യൂഷൻ, നമുക്ക് പക്ഷേ യു വി ഒന്നും ഹൈ റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ചെറിയ ബാൻഡ്സ് അതിനെ അക്കമ്പനി ചെയ്ത് വരുന്ന നേരത്തെ ക്ലാസ്സിൽ പറയും. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരൊറ്റ ബാൻഡായിട്ടായിരിക്കും നമുക്ക് അപ്പിയർ ആവുക. പക്ഷെ അതിനകത്ത് ഇത്രയും തരത്തിലുള്ള റൊട്ടേഷൻ, വൈബ്രേഷന്റെ എല്ലാം ചെറിയ ചെറിയ ട്രാൻസിഷൻസ് നടക്കുന്നുണ്ട്. അത് നമുക്ക് ഹൈ റെസൊല്യൂഷനിൽ എടുത്താൽ മാത്രമേ ഇതേപോലത്തെ സ്പ്ലിറ്റിംഗ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ബാൻഡായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. അതായത് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്നുള്ളത്. അത് ലോവർ അറ്റോമിക് നമ്പർ കേസസിൽ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഹയർ അറ്റോമിക് നമ്പർ വരുന്ന കേസസിൽ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സ്പ്ലിറ്റിംഗ് വന്നപ്പോൾ കാണിച്ചു എങ്ങനെയാണ് ഒരു ടേം ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ടേം എങ്ങനെയൊക്കെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണും, അതിന്റെ കറസ്പോണ്ടിങ് അതിനൊരു ടേം കാണും. അപ്പൊ ആ ടേം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നുള്ള ടേം സിമ്പിൾ നമ്മൾ പറഞ്ഞു. ഡിഫൈൻ ചെയ്തത് S6 ആണ്. സോറി, അപ്പൊ ഇത് വേണ്ട. നമ്മളിപ്പോ D4 നോക്കുകയാണെങ്കിൽ D2 നോക്കുകയാണെങ്കിൽ D2 ആണ് നമ്മൾ ചെയ്തത്. അത് നമ്മൾ സിംഗ്ലറ്റും ട്രിപ്ലറ്റും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ സിംഗ്ലറ്റ് സ്റ്റേറ്റ് തന്നെ ഓർബിറ്റ് ഇന്ററാക്ഷൻ വഴി 3 സിമ്പിൾസ് വരും. S1, D1, G1. അതുപോലെ ട്രിപ്ലറ്റ് സ്റ്റേറ്റിനാണെങ്കിലും P3 എന്നും F3 എന്നും വരും. പിന്നെ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കൊണ്ട് വീണ്ടും ഫർദർ സ്പ്ലിറ്റിംഗ് വരും എന്ന് പറഞ്ഞു. 3F4, 3F3, 3F2. ഏറ്റവും ലോവസ്റ്റ് എനർജിയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേം സിമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫർദർ സ്പ്ലിറ്റിംഗ് വരുമെന്ന് കാണിച്ചാണ്. അപ്പൊ ഈ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കൊണ്ട് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് ഫർദർ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ടേമിന് സിംഗ്ലറ്റ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു എനർജിക്ക് സ്പ്ലിറ്റിംഗ് മാത്രം എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബ്രോഡ് പീക്ക് ഒരു അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷാർപ്പ് പീക്ക് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ ഈ ഡിഫറെന്റ് റീസൺസ് കൊണ്ട് നമ്മുടെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് പല രീതിയിൽ സ്പ്ലിറ്റ് ആവുകയാണ്. സോ as a result of this, number of transitions of close energies are possible from different J states. J states എന്ന് പറയുമ്പോൾ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കാരണം സ്പ്ലിറ്റിംഗ് ഓഫ് J levels. J levels സ്പ്ലിറ്റിംഗ് വരും. സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് കാരണം J ലെവലിന്റെ സ്പ്ലിറ്റിംഗ് വരും. As a result of this, the transitions of close energies. അപ്പൊ ഈ ഒരു ട്രാൻസിഷൻ അക്കമ്പനി ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ സ്പ്ലിറ്റിംഗ് കാരണം ഫർദർ സ്മോൾ എനർജി ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് വരും. ഇവിടെ നിന്നും ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് നേരത്തെ നമ്മൾ ഈ D2 കോൺഫിഗറേഷൻ കണ്ടപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ് F3 എന്നുള്ള സ്റ്റേറ്റ്.
ഇവിടെ ട്രിപ്ലറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, സിംഗ്ലറ്റ് ആണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വരുന്നത്. അപ്പൊ സിംഗ്ലറ്റ് ട്രിപ്ലറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ആണ് ഇവിടെ നടക്കുന്നത്. This closed phase energies transitions are unresolvable. അപ്പൊ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻസ് എന്ന് പറയുന്നത് അൺറിസോൾവബിൾ ആണ്. So we will get an average broad band in the electronic spectrum. ഇതും മറ്റൊരു റീസൺ ആണ് ബാൻഡിന്റെ ബ്രോഡ്നെസ് കൂടാനുള്ള വേറൊരു റീസൺ പറയുന്നതാണ് എന്താണ് സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ്. സ്പിൻ ഓർബിറ്റൽ അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേക്ക് അതിനെ അക്കംപനി ചെയ്ത് റൊട്ടേഷൻ വൈബ്രേഷൻ ട്രാൻസിഷൻസ് നടക്കും. ഈ സ്മോൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ക്ലോസ് എനർജി ലെവൽസ് ആയതുകൊണ്ട് they are unresolvable, so it appears as a broad band. ഇത് അതേപോലെ തന്നെ സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗിന്റെ കേസിൽ ജെ ലെവൽസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് വരും. സ്പ്ലിറ്റിംഗ് വരുമ്പോഴത്തേക്ക് സിംഗിൾ ട്രാൻസിഷൻ വരെ ലാർജ് നമ്പർ ഓഫ് സ്മോൾ എനർജി ട്രാൻസിഷൻസ് ആയിരിക്കും നടക്കുന്നത്. അതും നമുക്കൊരു ബ്രോഡ് പീക്ക് തരാനുള്ള റീസൺ ആണ്. അടുത്ത റീസൺ എന്ന് പറയുന്നത് യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. ജോൺ എന്നല്ല പറയുന്നത്, യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. This distortion lifts the degeneracy of E and T levels. നമ്മൾ T2G EG എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറയുമ്പോൾ നമ്മൾ ടിയും ഇ ലെവൽ എന്നാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ജോൺ ടെല്ലറിന്റെ ഭാഗമായിട്ട് ഇ ലെവൽസും ടി ലെവൽസും എന്ത് ചെയ്യും, ഡീജനറസി ലിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഓർബിറ്റലി ഡബ്ലി ഡീജനറേറ്റ് ആൻഡ് ട്രിപ്ലി ഡീജനറേറ്റ് ലെവൽസ് ആയിട്ട് മാറും. ദിസ് വുഡ് റിസൾട്ട് ഇൻ ദ മോർ ദാൻ one closely spaced band which may appear as an average broadband. നമ്മൾ സ്പ്ലിറ്റിംഗ് പറയുമ്പോഴത്തേക്ക് ഈ ലെവലിൽ രണ്ടായിട്ട്, ഇതേപോലെ ടി ലെവൽ എന്ന് പറയുന്നത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഇതിലുള്ള ട്രാൻസിഷൻസ് ഫർദർ നമുക്ക് ബ്രോഡനിങ് തരും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് മെറ്റലിന്റെ, നമുക്കൊരു മെറ്റൽ അയോൺ എടുത്ത് അതിന്റെ കോൺഫിഗറേഷനും വെച്ചിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ടേംസും ആണ് പഠിച്ചത്. അപ്പൊ നമുക്ക് കോംപ്ലക്സ് ആണ് വരുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റൽ കോംപ്ലക്സുകളെ കുറിച്ചുള്ളതാണ്. അപ്പൊ മെറ്റൽ കോംപ്ലക്സ് വരുമ്പോഴത്തേക്ക് മെറ്റൽ അയോൺ മാത്രമല്ല അതിന്റെ ചുറ്റും ലിഗാൻസും വരും. അപ്പൊ ഇത്രയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് മെറ്റലിന്റെ അയോൺ മാത്രം വരുന്ന കേസാണ്. ഇനി നമ്മൾ ഈ ടേംസും ഈ ലിഗാൻസിന്റെ പ്രസൻസിൽ എങ്ങനെ ഫർദർ സ്പ്ലിറ്റിംഗ് വരും എന്നുള്ള കേസസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിഗാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്, കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് റസൽ സാൻഡേഴ്സ് കപ്ലിംഗ്. Degeneracy of the ground state are lifted by the ligand fields and the number of component terms are produced. അപ്പൊ ലിഗാൻസിന്റെ പ്രസൻസിൽ ഈ ടേംസ്, ഈ മെറ്റൽ അയോണിന് കറസ്പോണ്ടിങ് ഓരോ കോൺഫിഗറേഷൻ ഓരോ കറസ്പോണ്ടിങ് ടേംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലിഗാൻഡ് ഫീൽഡും കൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേംസ് എന്ന് പറയുന്നതിന്റെ എനർജി കൂടുകയും അത് ഫർദർ സ്പ്ലിറ്റിംഗ് കാരണമാകും. In addition to the spin multiplicity already explained, each of the ground state terms of the dn configuration as an orbital multiplicity of 2l plus 1. അപ്പൊ ഇത് നമ്മൾ ഓരോ കോൺഫിഗറേഷൻ നമ്മൾ ആദ്യ റസൽ സാൻഡേഴ്സ് കപ്ലിംഗ് പറഞ്ഞതാണ് ഓരോന്നും എത്രമാത്രം ഡീജനറേറ്റ് ആണെന്നുള്ളത്. അതായത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ 2s+1 ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലിന്റെ കേസിലാണെങ്കിൽ 12+1 സ്റ്റേറ്റ്സ് ഫോം ചെയ്യുന്നു. നമ്മളത് ടേം സിമ്പിൾസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തപ്പോൾ നമ്മളത് പറഞ്ഞതാണ്. ഓർബിറ്റൽ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു ഡി എൻ കോൺഫിഗറേഷൻ്റെത് 2l+1 ആയിരിക്കും. മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഒക്ടാഹെഡ്രലി സറൗണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ടെട്രാഹെഡ്രലി സറൗണ്ട് ചെയ്യാം. The degeneracy of the terms arising from the dn configuration gets lifted. അപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ട്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ട് നമുക്കറിയാം. ഈ ഒക്ടാഹെഡ്രലിന്റെ കേസിലാണെങ്കിൽ 6 ലിഗാൻസ് ആയിരിക്കും അപ്രോച്ച് ചെയ്യുക, ടെട്രാഹെഡ്രലിന്റെ കേസിലാണെങ്കിൽ 4 ലിഗാൻസ് ആയിരിക്കും അപ്രോച്ച് ചെയ്യുക. അപ്പൊ ഈ ലിഗാൻസ് എന്ന് പറയുന്നത് എന്താണ്? ലിഗാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആനിയോണിക് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ഇലക്ട്രിക് ഡൈപോൾസ്, ആവാം,
അല്ലെങ്കിൽ പോളാർ ലിഗാൻഡ്സ് ആവാം. പോളാർ നേച്ചറുള്ള സ്വഭാവമുള്ളതും ആവാം. നമ്മൾ പലതരത്തിലുള്ള ലിഗാൻഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. OH- ആവാം, അല്ലെങ്കിൽ Cl- ആവാം, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ അമോണിയ ആവാം. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും നമ്മൾ എടുക്കുന്ന ലിഗാൻഡിനുള്ളത്. നമ്മുടെ മെറ്റലിനാണെങ്കിൽ പോസിറ്റീവ് ചാർജും ആണ്, അവിടെയാണെങ്കിൽ നമ്മുടെ ഡി ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓർബിറ്റ് ഓർബിറ്റൽ, സ്പിൻ ഓർബിറ്റൽ, സ്പിൻ സ്പിൻ ഇന്ററാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ലിഗാൻഡ് ആണെങ്കിൽ വരുന്നത് ആനയോണിക് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡൈപോൾസ് ആവാം, അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസ് ആവാം. അപ്പൊ ഈ ലിഗാൻഡ്സ് they will generate a electrostatic crystal field potential. Electrostatic crystal field potential. Which will act on the d electrons of the metal causing split. അപ്പം ഈ ഫീൽഡ് എന്ന് പറയുന്ന എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? മെറ്റലിന്റെ ഡി ഇലക്ട്രോൺസിലായിരിക്കും ഇത് പോയി എഫക്ട് ചെയ്യാം. അപ്പൊ this causes a further splitting of atoms. So this result in the splitting of atoms. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കേസ് എന്ന് പറയുന്നത് മെറ്റൽ അയോൺസിന്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കേസ് മാത്രമാണ്. ഇതിപ്പോ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഡി ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും, നമ്മൾ ഡിറൈവ് ചെയ്ത ടേംസിന് എന്ത് സംഭവിക്കും. ലിഗാൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ന്യൂട്രൽ മോളിക്യൂൾ ആവാം, അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾ ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആനോണിക് ലിഗാൻഡ് ആവാം. അപ്പം they will generate an electrostatic crystal field potential will act on the metal d electrons, which causes the splitting of atoms. അപ്പൊ ഇങ്ങനത്തെ നമ്മൾ രണ്ട് ടൈപ്പ് ലിഗാൻഡ് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഒക്ടാഹെഡ്രലും ടെട്രാഹെഡ്രലും. അപ്പൊ if electrostatic interaction between the d electron of the metal ion and the octahedral crystal field potential എന്ന് പറയുന്നത് V octahedral എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്രോച്ച് ചെയ്യുന്ന ലിഗാൻസ് ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് V octahedral എന്നും, ടെട്രാഹെഡ്രൽ ആണെങ്കിൽ V tetrahedral എന്നുമാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ലിഗാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പൊ മെറ്റലിനകത്ത് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ഓർബിറ്റ് ഓർബിറ്റൽ ഇന്ററാക്ഷൻ, സ്പിൻ സ്പിൻ ഇന്ററാക്ഷൻ, അല്ലെങ്കിൽ സ്പിൻ ഓർബിറ്റൽ ഇന്ററാക്ഷൻ. അതേപോലെ ഈ ലിഗാൻഡ് ഫീൽഡ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ക്രിസ്റ്റൽ ഫീൽഡ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് പൊട്ടൻഷ്യൽ ഈ മെറ്റൽ ഡി ഇലക്ട്രോൺസിനകത്തുള്ള ഇന്ററാക്ഷനെ കാട്ടി കുറവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒക്ടാഹെഡ്രൽ അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വീക്ക് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻസ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അതിനൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ക്രിസ്റ്റൽ ഫീൽഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് if it is less than the electrostatic interaction between the d electrons of the metal, then we can say that the field created by the ligand is a weak V octahedral or a weak V tetrahedral. പക്ഷെ നമുക്ക് അറിയാം ടെട്രാഹെഡ്രൽ ഫീൽഡിന്റെ കേസിൽ എപ്പോഴും V tetrahedral എന്ന് പറയുന്നത് ലോവർ എനർജി ആയിരിക്കും. V tetrahedral ഓൾവേസ് ലോവർ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും V tetrahedral എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/4/9 ഓഫ് V octahedral ആണ്. ഡി ഇലക്ട്രോൺസിനകത്ത് വേരിയസ് ഇന്ററാക്ഷൻസ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 6 ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനൊരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡും ഈ ഡി ഇലക്ട്രോൺസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തൊക്കെ ഇന്ററാക്ഷൻസ് ആണ് അവിടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഇന്ററാക്ഷൻ എമംഗ് ഡി ഇലക്ട്രോൺസ്. Electrostatic repulsive interaction.
among d electrons. അപ്പോൾ ഇത് എന്തൊക്കെ കോസ് ചെയ്യും? LL കപ്ലിങ്ങും SS കപ്ലിങ്ങും gives rise to terms. അടുത്ത interaction എന്ന് പറയുന്നത് electrostatic interaction between d electrons and weak V octahedral or V tetrahedral. പിന്നെ വരുന്നത് spin orbital coupling. These are the various interactions acting on the d electrons of a metal configuration when it is octahedrally surrounded by 6 ligands or tetrahedrally surrounded by 4 ligands. So, electrostatic repulsive interaction among the d electrons leading to LL and SS coupling. അതേപോലെ d electrons and d electronsum weak octahedral tetrahedral ഫീൽഡുമായിട്ടുള്ള electrostatic interaction ആവാം, അല്ലെങ്കിൽ spin orbital coupling interaction ആവാം. ഇതിൽ എനർജി ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഇന്ററാക്ഷൻ ആദ്യം പറഞ്ഞത് LL അല്ലെങ്കിൽ SS is always greater than electrostatic interaction between d electron and V octahedral or V tetrahedral. That is greater than spin orbital coupling. ഇങ്ങനെയാണ് ഇവരുടെ ഓർഡർ. ദീസ് ആർ ദ ഇന്ററാക്ഷൻസ്. അപ്പൊ ആ ഇന്ററാക്ഷന്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. സ്പിൻ ഓർബിറ്റൽ കപ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വീക്ക് കമ്പയർഡ് ടു അതർ ടു ഫോഴ്സസ്, സോ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർ. ഓർബിറ്റൽ ഡീജനറസി നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ചെയ്തതാണ് ടേം സിമ്പിൾ ഡെറൈവ് ചെയ്തപ്പോൾ. അപ്പോൾ ഓർബിറ്റൽ ഡീജനറസി എന്ന് പറയുന്നത് ഒരു പി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3 ഫോൾഡ് ഡീജനറേറ്റ് ആണ്. അതിന്റെ -1 0 +1 സ്റ്റേറ്റ്സ് ഇതിലായിരിക്കും ഇലക്ട്രോൺസ് ഫിൽ ആവുക. ഓർബിറ്റൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതേപോലെ എഫ് ഓർബിറ്റലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിന് 7 ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിയാം. അതിന്റെ എൽ വാല്യൂസ് എന്ന് പറയുന്നത് -3 -2 -1 0 +1 +2 +3. ഇത്രയാണ് എഫ് ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12+1 വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ഡീജനറേറ്റ് സ്റ്റേറ്റ് ഉണ്ടെന്നുള്ളത്. അതുപോലെ സ്പിൻ എനർജി ലെവൽസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിബിൾ സ്പിൻ ഇലക്ട്രോൺ സ്പിൻ അറേഞ്ച്മെന്റ്സ് അലൗഡ്, അതാണ് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ സ്പിൻ എനർജി ലെവൽസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സ്പിൻ അല്ലെങ്കിൽ ഡീജനറസി എന്ന് പറയുന്നത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം 2s+1 എന്നാണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഒരു ടേം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത് 2s+1 ടോട്ടൽ നമ്പർ ഓഫ് ഡീജനറേറ്റ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് 2s+1 into 2l+1. This is the total degeneracy. ഇവിടുത്തെ കേസസ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ രണ്ട് കേസസ് ആണ് ഡിസ്കസ് ചെയ്തത്. അന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രം ഇറ്റ് ഈസ് ബിക്കമിങ് ബ്രോഡ് ഒന്ന് നമ്മൾ പറഞ്ഞു, മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേഷന്റെ കേസും പിന്നെ സ്പിൻ ഓർബിറ്റൽ കപ്ലിങ്, അതുപോലെ ജോൺ ടെയ്ലർ ഡിസ്റ്റോർഷൻ. ഈ 3 റീസൺസ് ആണ് നമുക്ക് ബ്രോഡ് സ്പെക്ട്രം കിട്ടാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ പഠിച്ചത് ടേം സിംബൽസ് പഠിച്ചു. അതിൽ മെറ്റൽ അയൺസിന്റെ കേസസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള കേസസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ അഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ആ ഫാക്ടേഴ്സിൽ എനർജി ഓർഡർ എങ്ങനെയാണെന്നുള്ള കേസസ് പറഞ്ഞു. അതുപോലെ ഓർബിറ്റൽ ഡീജനറസി എന്താണ്, പിന്നെ അതേപോലെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ഇപ്പൊ ടോട്ടൽ ഒരു ടേംസ് മെറ്റൽ കോംപ്ലക്സ് എടുക്കുകയാണെങ്കിൽ അതിന് എത്രത്തോളം
ടോട്ടൽ ഡീജനറേറ്റ് എനർജി ലെവൽസ് ഉണ്ടെന്ന് പറയുന്നത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി നമ്മൾ 2s+1 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അതേ ഇൻറ്റു 2l+1 ഓർബിറ്റൽ ലെവൽ ഡീജനറേസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡീജനറേറ്റ് സ്റ്റേറ്റ്സ് കിട്ടുന്നത്.